എറൗണ്ട് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ മതിയായ സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നല്ല ഒരുപാട് വീഡിയോസ് ചെയ്യാനൊരു പ്രചോദനമാവും അത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ തൊട്ട് താഴത്ത് ചുവപ്പ് ബട്ടണിൽ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കാണുന്നുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റും. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സംഭവ ബഹുലമായ കുക്കിംഗ് ഒന്നല്ല, ചെറിയ സ്നാക്കാണ്. അതിൻ്റെ പേരും അതിൻ്റെ പ്രിപ്പറേഷനും അത് കഴിക്കുന്ന രീതി പോലും വ്യത്യസ്തമായതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ, ഈ നരിക്കുനി, കൊടുവള്ളി, താമരശ്ശേരി ഒക്കെ ഉള്ള അവരെ നാട്ടിൽ മാത്രമായിട്ടുള്ളൊരു സ്നാക്സാണ് ഇത്. ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. ഇതിൻ്റെ പേരവർ വിളിക്കുന്നത് കൊച്ചിക്കോയ എന്നാണ്. അതെങ്ങനെ ഈ പേര് വന്നത് എന്നൊന്നും അറിയില്ല. കൊച്ചിക്കോയ. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്നാക്സ് നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ അവില് കുഴച്ചൊരു സംഭവം. അതായത് പഴവും ശർക്കരയും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് അവില് കുഴച്ചിട്ട് കഴിക്കുന്നൊരു സംഭവമുണ്ട്. അതിന് സിമിലർ ആയിട്ടുള്ളൊരു സംഭവമാണിത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസും കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഞാനിവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ അവർ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലി കളയുന്നുണ്ട്, ഉള്ളി, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മിക്സിങ്ങും പ്രിപ്പറേഷനൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴം തന്നെയാണ്. നമ്മൾ ആണിപ്പൂവെന്ന് വിളിക്കുന്ന പഴമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യല്. മറ്റു പഴങ്ങളൊന്നും യൂസ് ചെയ്താൽ ഇത്ര ഒരു പെർഫെക്റ്റ് ആവില്ല. അത് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കാരണം നമ്മൾ ജ്യൂസ് മെഷീനിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ജ്യൂസി ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് അതിൻ്റെ രീതിയും, അതുതന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ കൊച്ചിക്കോയൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പഴം ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ്. അതിലത് പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് ശർക്കര, പിന്നെ നാരങ്ങ, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ വേറെന്താ ഉപ്പിലെ തേങ്ങാപ്പാല് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതാ ശർക്കര അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ശർക്കര ഉരുക്കി വെച്ചാണ് അതല്ലേ. ആ ഉരുക്കി വെച്ച ശർക്കര അതിലിട്ട് ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ മിക്സ് ആക്കുകയാണ്. ഇനി അതിലേക്ക് പിന്നെ ഇഞ്ചിനീരും അതിൻ്റെ കൂടെ അതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ആക്കും. നമ്മളെ മെയിൻ ആള് നൗഫലാണ് കേട്ടോ, ഹെൽപ്പറായിട്ട് അനീഫയും. ഇനി ചെറിയുള്ളി നീരല്ലേ, ചെറിയുള്ളി നീര് അതിലേക്ക് ഒഴിച്ച് ചെറിയുള്ളി ചെറിയ നൈസാക്കിയിട്ട് മുറിച്ചിട്ടാലും മതി അല്ലേ. എന്നിട്ട് അത് നല്ല പോലെ മിക്സ് ആക്കുന്നുണ്ട്. നല്ലൊരു മിക്സറാട്ടോ അനീഫ നല്ല മിക്സറാ. ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും നല്ലോണം മിക്സ് ആക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങയുടെ ഫസ്റ്റ് പാല് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ആക്കും. അനീഫ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കാണ്. തേങ്ങാപ്പാലിന് പകരം പാലും ഉപയോഗിക്കല്ലേ നൗഫലെ, അങ്ങനല്ലേ?
പാൽ ഉപയോഗിക്കുക. പക്ഷെ ഇപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഒഴിക്കുകയാണ്. പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. അടുത്ത ചെറുനാരങ്ങ നീര്, ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ്. ലെമൺ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ആക്കണം. പിന്നെ വളരെ കുറച്ചൊരു ഉപ്പും ചേർക്കട്ടെ. വളരെ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. കുറച്ച് പാലും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഹണി ചേർക്കുന്നുണ്ട്. ഹണിയൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളാണ്. ഒരു 2-3 ടേബിൾ സ്പൂണ് ഹണിയാണ് ഒഴിക്കുന്നത്. ഈ കൊച്ചിക്കോഴ നമ്മൾ അവില് കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പോൾ അവിലൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് മുരിച്ചെടുക്കുകയാണ്. ഓക്കെ, ആ മുരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ്. പച്ച അവിലിനേക്കാൾ കൂടുതൽ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മളെ കൊച്ചിക്കോഴ റെഡി ഒരു ടേബിളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും വിളിച്ച് കഴിച്ചു നോക്കാം. ഇത് കണ്ടിട്ടാലും തെറ്റിദ്ധരിക്കണ്ടോ? ഇത് കൊച്ചിക്കോയ കഴിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് കഴിക്കുന്നതിന് ഒരു രീതി ഉണ്ട് എന്നുള്ളത്. ഈ രീതിയിലാണ് ഈ കൊച്ചിക്കോയ കഴിക്കുക. അടിപൊളിയായിട്ട് കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള അവില് കുഴക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെ. പക്ഷേ അവിലിതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലെ ചെറിയ മാറ്റങ്ങളും എന്തായാലും ഉഷാറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.